ഇതാ ഞാനൊരു വാഴയ്ക്ക് കുഴിയെടുക്കാൻ പോവാം. ചെറിയ കുഴി എടുക്കുന്നുള്ളൂ കേട്ടോ, ഒത്തിരി വലുതെടുക്കില്ല. കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നല്ല മണ്ണ് വേണം, നല്ല വളമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ ചെറിയ ഒരു കുഴി എടുത്തിട്ടു. പിന്നെ അധികം കളയ്ക്കാൻ എനിക്ക് വയ്യ, ഹാർട്ടിന് പ്രോബ്ലം ഉള്ള കാരണം അധികം കളയ്ക്കാൻ വയ്യ. ഇതാ ചെറിയൊരു കുഴി. ഇതിൻ്റെ മീതം മണ്ണും ചവറും ഒക്കെ ഇട്ട് ഇടാലോ. ഇതാണ് എൻ്റെ വാഴക്കണ്ണ്. ഇത് 5ാമത്തെയാണ് കേട്ടോ, ഇന്ന് നടാൻ പോണ ലാസ്റ്റ് വൺ. യേശുവേ കാത്തുള്ളണേ. അപ്പോൾ കരിയിലിടാം, കുറച്ച് കരിയിലേക്ക് ഇട്ട്. ഇത് ഓൾറെഡി നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇത്. ഇനി വൈകിട്ട് പോയിട്ട് ഒരു 5 കണ്ണും കൂടി വാങ്ങിക്കൊണ്ടുവരണം. ഒന്ന് ഞാലിപ്പൂവനും പിന്നെ കദളി വാഴ, പൂവൻ വാഴ, പിന്നെ എന്താ ഞാലിപ്പൂവൻ, കദളി വാഴ, ഏത്തവാഴ, പാളയംകുടൻ, 6 വാഴകൾ. ഇത് 6ാമത്തെയാണ്. സമയം 12 മണി. 12 മണി കഴിഞ്ഞു. രാവിലത്തെ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞു. ചിക്കൻ കറി വെച്ചു, ചോറ് വെച്ചു, പ്രഭാത കൃത്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വാഴ നടാൻ വന്നത്. അപ്പോൾ ഗായ്സ്, വാഴ നട്ട് കഴിഞ്ഞു. ഇനി വാഴ അടുത്ത സെക്ഷൻ കുലച്ച് വരുമ്പോൾ കാണിച്ചു തരാം. എന്തായാലും ഇവിടെ ഒരു 15 വാഴ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ പറമ്പിൽ. ഓൾറെഡി കണ്ടോ, ഇവിടെ ഒരു വാഴ ഉണ്ട്, അത് പാളയംകുട്ടനാണ്. പിന്നെ ജാതി മരം, അടയ്ക്ക മരങ്ങൾ, അങ്ങനെയൊക്കെ. ഞാൻ ഇവിടെ കുപ്പിയിൽ വെച്ച് ഈ അടയ്ക്ക മരത്തിന് മണ്ണ് പോകാതെ സെറ്റ് ചെയ്ത് ഉടായ്പ പണികളൊക്കെയാണ്. കാരണം കളയ്ക്കാൻ വയ്യ, ഹാർട്ട് പ്രോബ്ലം, അതുകൊണ്ട്. പിന്നെ ഇതൊക്കെ ചാക്കിൽ കരിയിലയും മണ്ണൊക്കെ നിറച്ച് വെച്ചേക്കണ്ടാണ് ഇതിൻ്റെ അകത്ത്. എന്നിട്ട് ഈ മരത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ എന്നിട്ട് കാച്ചിൽ നട്ട് കഴിയുമ്പോൾ കാച്ചിലൊക്കെ ഈ മരത്തുമേലേക്ക് കയറുള്ളൂ. നമ്മൾക്കധികം ബുദ്ധിമുട്ടണ്ട, കളച്ച് കോരി ആവശ്യതയാവണ്ട. ചാക്കങ്ങ് കീറ, വിളവെടുക്കാറാവുമ്പോൾ ചാക്ക് കീറ. ഇഞ്ചി, ചേമ്പ്, അങ്ങനെ ചാക്കുകളിലാണ് ഞാൻ വെക്കണത്. എനിക്ക് വയ്യാതെ 5 വർഷമായി ഹാർട്ട് പ്രോബ്ലം ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 5 കൊല്ലമായിട്ട് ഇങ്ങനെ ചാക്കുകളിലൊക്കെയാണ്. എൻ്റെ വീട്ടിൽ അങ്ങനെ വേറെ ആരും പണിക്കൊന്നും നിർത്തൂല, കാരണം ഒരു പാവപ്പെട്ട വീടാണ്, അതുകൊണ്ട്. ഓക്കേ. പിന്നെ എൻ്റെ ചെടിത്തോട്ടമൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിക്കാറുണ്ട്, കണ്ടോ. അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ഹോബീസ്. ചെടികളൊക്കെ കൊടുക്കണം. ഇനി ആരെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ എൻ്റെ പൈസയുടെ ആവശ്യത്തിന് ഈ ചട്ടികളിലായിരിക്കുന്ന ചെടികളൊക്കെ കൊടുക്കും. പിന്നെ പുതിയ ചട്ടികൾ പുതിയത് പിന്നെ വെക്കും, കണ്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ മതിൽ തയ്ക്കണ്ടല്ലോ. ഈ ചെടി ഇതാ ഇവിടം വരെ മുളച്ച് വന്നു കഴിയുമ്പോൾ മതിൽ കവർ ചെയ്തു. ഇതൊരു ഹാഫായിട്ട്, പിന്നെ അങ്ങനെ 3 ചെടികൾ. അപ്പോൾ നമ്മുടെ റോഡൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. ഉണ്ടാകും എൻ്റെ ചെടികൾ. ഇതാണ് എൻ്റെ ഹോബി, ചെടികൾ, കൃഷി. അതുപോലെ സാരി ഹാൻഡ് വർക്ക് ചെയ്യാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഓരോന്നും പതുക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അണച്ചു ശരിയെന്നാൽ ഓക്കെ, ബൈ.